90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ക്രിസ്തീയ സഭകളുടെ വോട്ടും വിശ്വാസവും തേടി മുന്നണികൾ പരസ്പരം മത്സരിക്കുകയാണോ, സഭകൾക്ക് പിന്നാലെ പാഞ്ഞോടുകയാണോ വ്യത്യസ്ത മുന്നണികൾ? NDA കേരളത്തിലുള്ള, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലുള്ള ക്രിസ്തീയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് യാക്കോബായ, ഓർത്തഡോക്സ്, ഒപ്പം തന്നെ മറ്റ് ക്രിസ്തീയ സഭകളുമായും ചർച്ച നടത്താൻ പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുക്കുന്ന സാഹചര്യം. കേരളത്തിൽ യാക്കോബായ സഭയ്ക്കൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് തുറന്നടിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗം. ഇന്ന് മുഖ്യമന്ത്രിയുടെ എറണാകുളത്തെ പര്യടന വേദിയിൽ പോലും ഓർത്തഡോക്സ് പക്ഷത്തെ ക്ഷണിച്ചില്ല എന്ന ആരോപണമാണ് ഏറ്റവും ഒടുവിലുള്ളത്. സഭാ തർക്കത്തിലുമുപരി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി ചില ബെൽറ്റുകളിലെങ്കിലും ക്രിസ്തീയ മതവിഭാഗങ്ങളും സഭകളും നിലപാടെടുക്കുകയോ വോട്ട് നൽകുകയോ ചെയ്തതിൽ UDFും പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഒരു ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനുമായി ചർച്ച നടത്തുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്നു. കേരളത്തിലെ ഈ ക്രിസ്തീയ മതവിശ്വാസത്തിൻ്റെയും സഭാവിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെയും വോട്ടു തേടി മുന്നണികൾ മത്സരിക്കുകയാണോ എന്നാണ് നമ്മൾ ഈ ന്യൂസ് ഈവനിങ്ങിൽ പരിശോധിക്കുന്നത്. യാക്കോബായ സഭാ മെത്രോപ്പൊലിത്ത കുര്യാക്കോസ് മാർ തെയോഫിലിസ്, ഒപ്പം ഓർത്തഡോക്സ് സഭാ മെത്രോപ്പൊലിത്ത യോഹനോൻ മാർ മിലിത്തിയോസ്, ഒപ്പം AMT വിമത ശബ്ദമായ ജനറൽ സെക്രട്ടറി റിജു കാഞ്ഞൂക്കാരൻ, ഇടത് സഹയാത്രികരായ റജി ലൂക്കോസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവി എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഓർത്തഡോക്സ് സഭാ മെത്രോപ്പൊലിത്ത യോഹനോൻ മാർ മിലിത്തിയോസിലേക്ക് പോകുന്നു. ഫാദർ, ഇന്നിപ്പോൾ എറണാകുളത്തെ പര്യടനത്തിൽ മുഖ്യമന്ത്രിയുടെ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ പോകാഞ്ഞതാണോ അതോ ക്ഷണം ലഭിക്കാഞ്ഞതാണോ? ഡോക്ടർ അരുൺ, അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു അറിവില്ല. പക്ഷേ ഇന്നലെ തൃശ്ശൂരിലുള്ള യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അത് വേണ്ട എന്ന് സഭാ കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമുണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്ത് മനഃപൂർവമായ ഒരു ആബ്സെൻസ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് എനിക്കൊരു ആയിട്ടുള്ളൊരു ചോദ്യം. ഈ സർക്കാരിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടോ? ഏത് സർക്കാരും ജനത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ പിന്തുണയുള്ള സർക്കാരാണ്. മറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് വരെ അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടോ സമ്പൂർണമായിട്ടോ ഒരു അവിശ്വാസത്തിൻ്റെ വിഷയം ഓർത്തഡോക്സ് സഭയ്ക്കില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് കോട്ടയത്ത് ചേർന്ന് സാഹചര്യത്തിനനുസരിച്ച് സർക്കാരുമായിട്ടുള്ള ചർച്ചയും ബന്ധവും തുടരണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം. മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പര്യടന വേദിയിൽ വെച്ച് ഈ ഓർത്തഡോക്സ് സഭയെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ വന്നിരുന്നു. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും അന്നെടുത്ത നിലപാട് ശരിയാണ് എന്ന നിലപാടിലേക്ക് ഓർത്തഡോക്സ് സഭ എത്തിച്ചേർന്നിട്ടുണ്ടോ? അങ്ങനെ ശരി തെറ്റുകൾ പരിശോധിക്കേണ്ട ഒരു കാര്യമില്ല. അത് ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു വിശദമായിട്ട്. ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിൻ്റെ മറുപടി പറയുന്ന സന്ദർഭത്തിൽ അത് വ്യക്തിപരമായ ഒരു പ്രതികരണമാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതല്ലാതെ ഒരു ഓർത്തഡോക്സ് സഭയുടെ എന്ന വിധത്തിൽ അതിനെ കാണാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. ഓർത്തഡോക്സ് സഭ ഏത് സർക്കാരുമായിട്ടും നല്ല ബന്ധത്തിൽ നിലനിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മതവിഭാഗം. അതായത് ആ ചോദ്യം ആ അച്ഛൻ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നാണോ? തീർച്ചയായിട്ടും ഇതൊരു പൊതുവേദിയാണ്. ഞാൻ അച്ഛനുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു. ഇവിടെ ഈ പത്രവാർത്തകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചില്ലറ അബദ്ധങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പശ്ചാത്തലം അച്ഛൻ്റെ ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അച്ഛനുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളും എല്ലാ സമൂഹങ്ങളും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ ആ ചോദ്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആദ്യത്തെ ദിവസം പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളെയാണ് എന്നുള്ളതും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ
തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി കൃത്യമായും നടപ്പാക്കാം എന്നൊരു ഉറച്ച പിന്തുണയോ ഉറപ്പോ പ്രധാനമന്ത്രി തന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പോയ ആളുകളുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് കണ്ടു. നേരിട്ട് സംബന്ധിച്ച മെത്രാപ്പോലീത്തമാരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. പക്ഷേ പൊതുവായി ആരെങ്കിലും ആദ്യം വിളിക്കണമല്ലോ, അതല്ലാതെ ഓർത്തഡോക്സ് സഭയെ ആദ്യം വിളിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇത് ഭാരതത്തെ മുഴുവൻ എടുക്കുമ്പോൾ അത്ര വലിയ ഒരു വിഷയമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതല്ലാതെ ഈ വിഷയത്തിൽ ഇപ്പം കർഷകരുടെ വിഷയമുണ്ട്, അതുപോലെ ഈ പൗരത്വ ഭേദഗതിയുടെ വിഷയം ഇതുവരെ തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൂടാതെ ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണ് കോവിഡിൻ്റെ പുതിയ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് വ്യാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി ഈ ചെറിയൊരു വിഷയത്തിന് ഇത്രയും സമയം ചെലവഴിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അരുൺ നേരത്തെ പറഞ്ഞ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലും കൂടെ പൂർണ്ണമായിട്ടും ഈ സഭാ തർക്കത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രി വന്നതിനെ ഓർത്തഡോക്സ് സഭ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. അതിൽ ചില സംശയങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് എന്നാണ്. അതിലൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാം എനിക്ക് തോന്നുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ദാറ്റ്സ് എ വെരി വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആണ്. ഈ ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഫാദർ ആ കാര്യം തുറന്നു പറയുന്നു. അതായത് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് PS ശ്രീധരൻ പിള്ള മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ഒരു മധ്യസ്ഥ ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഓർത്തഡോക്സ് സഭ പോകുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത യോഹന്നാൻ മാർ മിലിത്യൂസ് പറയുന്നത് ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കണം എന്നുകൂടിയാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവി അങ്ങനെ BJPയുടെ ഈ ക്രിസ്ത്യൻ സഭകളിലേക്ക് കടന്നു കയറാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിനൊരു തിരിച്ചടിയായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? ഒരിക്കലുമല്ല ഡോക്ടർ അരുൺ. തീർച്ചയായും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ക്രാന്തദർശിയാണ് അദ്ദേഹം. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ, സമാധാനത്തിൽ, ഐശ്വര്യത്തിലൊക്കെ തൽപരനായതുകൊണ്ട് ദീർഘകാലമായി, ഒരു നൂറ്റാണ്ടിലേറെ കാലമായി നിലനിൽക്കുന്ന സഭാ തർക്കത്തിൽ സ്വാഭാവികമായി ഇടപെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത് ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത യോഹന്നാൻ മാർ മിലിത്യൂസിന് പോലും അങ്ങനെ പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ഉദ്ദേശത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് എന്ന് വന്നാൽ തന്നെ ആ മധ്യസ്ഥ ശ്രമവും ആ രാഷ്ട്രീയ നീക്കവും പൊളിഞ്ഞു എന്നല്ലേ വിലയിരുത്തേണ്ടത്? അല്ല, ബഹുമാന്യനായ തിരുമേനിക്ക് അങ്ങനെ സംശയിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഈ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയാണ്, അതിനെ ഞാൻ മാനിക്കുന്നു. അതേസമയം ഈ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് സഭകളുടെ മേധാവിമാരും മെത്രാപ്പൊലീത്തമാരും അഭിപ്രായപ്പെട്ടത് ഇറ്റ് വാസ് കോർഡിയൽ ആൻഡ് ഫ്രൂട്ട്ഫുൾ എന്നാണ്. തികച്ചും സൗഹാർദ്ദപരവും ഫലവത്തുമായിരുന്നു ചർച്ച എന്നാണ് ഇരു കൂട്ടരും അഭിപ്രായം. ഡോക്ടർ പ്രമീള ദേവി അതേപോലെയുള്ളൊരു മെത്രോപൊലിത്തയാണ് യോഹന്നാൻ മാർ മിലിത്യൂസും. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ കേട്ടതാണ്, കോടിയിലൊക്കെയാണ്. പക്ഷേ ഈ സഭാ തർക്കത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ ചുമതലയുള്ള പ്രധാനമന്ത്രി ഇടപെട്ടത് അതത്ര സതുദ്ദേശപരമാണോ എന്ന ചോദ്യത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ മെത്രോപൊലിത്ത കൂടി പറഞ്ഞിരിക്കുന്നത്. അതവർ തിരിച്ചറിയുന്നു ഓർത്തഡോക്സ് സഭ. അല്ല ഡോക്ടർ അരുൺ, അത് അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞതിൽ ബഹുമാന്യനായ മെത്രാപ്പൊലീത്ത അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഞാൻ തീർച്ചയായും കേട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടെ തന്നെയാണ്. നൂറ്റാണ്ടിലേറെ കാലമായി നിൽക്കുന്ന ഈ സഭാതർക്കം രമ്യമായി പരിഹരിക്കപ്പെടണം എന്ന് അദ്ദേഹം തികച്ചും ആത്മാർത്ഥതയോടെ തന്നെ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും നമ്മൾ ക്രിസ്മസ് ദിനങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. ഇൻ ദ നെയിം ഓഫ് ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജകുമാരന്റെ ആസ്ഥാനമായ സഭയിൽ സമാധാനം പുലരണമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇരു സഭകളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, ഇരുകൂട്ടർക്കും പറയാനുള്ളത് അത്രയും കേട്ടുകൊണ്ട്
രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുന്നതിനുതകുന്ന ചർച്ചകൾ അദ്ദേഹം ആരംഭിച്ചു. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. യാക്കോബായ സഭ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ തെയോഫിലിസ് കൂടിയുണ്ട്. നമസ്കാരം ഫാദർ. ഈ ക്രിസ്മസിന്റെ ഒരു ഈവാണ് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നു, കേന്ദ്ര സർക്കാർ ഈ സഭാതർക്കത്തിൽ ഇടപെടുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപക്ഷെ കൗതുകം തോന്നിയിരുന്നു. കാര്യം സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ ഇടപെടുകയും ഒരു പരിധി കഴിഞ്ഞപ്പോൾ പരാജയം സംബന്ധിച്ച് പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത പറഞ്ഞത് നമ്മൾ കേട്ടു. യാക്കോബായ സഭയുടെ കണക്കുകൂട്ടലും നിരീക്ഷണവും എങ്ങനെയാണ്? പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഈ സഭാതർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച അതൊരു രാഷ്ട്രീയോദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്നാണോ കരുതുന്നത്? അതല്ല, അതിൽ ആത്മാർത്ഥമായൊരു താല്പര്യം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണോ യാക്കോബായ സഭയുടെ നിരീക്ഷണം? തീർച്ചയായിട്ടും യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊരു മുൻവിധിയോടുകൂടി അല്ല ഇതിനെ കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 നൂറ്റാണ്ട് പഴക്കമുള്ളതായ ഈ സഭാതർക്കം അനേക കോടതി വിധികൾ വന്നിട്ടും പരിഹരിക്കപ്പെടാതെ, പ്രത്യേകിച്ച് 2017 ജൂലൈ 3 ശേഷം യാക്കോബായ സഭ സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നീതിനിഷേധത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ചെറിയൊരു വിഷയമല്ല, ഇതിന്റെ എത്രമാത്രം കാഠിന്യമുള്ളൊരു വിഷയമാണെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ആ ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനെടുക്കുന്നത്. കാരണം ഒരു കോടതി വിധിയുടെ മാത്രം പരിഹരിക്കപ്പെട്ടു പോകേണ്ട വിഷയമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ കാര്യത്തിന് അദ്ദേഹം വിളിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയും മനുഷ്യാവകാശങ്ങളും ആരാധനാ സ്വാതന്ത്ര്യവും ഉറപ്പാക്കേണ്ടത് അത് ഗവൺമെന്റിന്റെ കൂടെ, നാട് ഭരിക്കുന്നവരുടെ കൂടെ ചുമതലയാണ്. ഇവിടെ ക്രമസമാധാനം ഇതൊരു സഭാവിഷയം മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രശ്നമായി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആദരണീയനായ പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെട്ടത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി മാത്രമല്ല, ആദരണീയനായ മുഖ്യമന്ത്രി ഇതിനകത്ത് കാലാകാലങ്ങളായി, കഴിഞ്ഞ അനേക വർഷങ്ങളായി ഇതിനകത്ത് ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാക്കോബായക്കാരന്റെ മൃതദേഹം പോലും റോഡുകളിൽ കൂടെ നിരന്നൊരു സമയമുണ്ട്. അവരുടെ ശവക്കല്ലറകളില്, സെമിത്തേരികളിൽ മൃതദേഹങ്ങൾ അടക്കാൻ സാധിക്കാതെ ഇരുന്ന സാഹചര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെന്റിന്റെയും ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ളതായ ഒരു ഓർഡിനൻസിലൂടെ ആ കാര്യങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കുവാനായിട്ട് സാധിച്ചത് നമ്മൾ ആർക്കും മറക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് ആ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ച് ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തയാളാണ്. അവസാനത്തെ ചർച്ചയിൽ ഇരുവിഭാഗങ്ങളുമായിട്ടിരുന്ന് 2 പ്രാവശ്യം ചർച്ച നടത്തി. അവസാനത്തെ ചർച്ചയിൽ ഇരുവിഭാഗങ്ങളും മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്, ഇനി ഈ ചർച്ചകൾ തുടരുന്നു, അതുകൊണ്ട് പ്രകോപനമോ സംഘർഷമോ ഒരു സ്ഥലത്തും ഇരുവിഭാഗത്തുനിന്നും ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓർത്തഡോക്സ് വിഭാഗ നിർഭാഗ്യവശാല് ഏകപക്ഷീയം അതിൽ നിന്ന് പിന്മാറുകയും മൂവാറ്റുപുഴ മുടവൂർ പള്ളി പിടിച്ചെടുക്കുകയും തുടങ്ങിയ സാഹചര്യം. അപ്പോൾ ഈ വിഷയം വീണ്ടും സങ്കീർണമാക്കുവാൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം യാക്കോബായ സഭയ്ക്ക് വലിയ ആത്മവിശ്വാസമുണ്ടോ ഈ കാര്യത്തിൽ? പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഇതിൽ ഇടപെടാൻ കഴിയുക? എന്തുറപ്പാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം? യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം യാക്കോബായ സഭ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ നീതി നിഷേധത്തെക്കുറിച്ചും ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യ നിഷേധത്തെക്കുറിച്ചും ഞങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ചും ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്നതായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് അവതരിപ്പിച്ചപ്പോൾ വളരെ ഗൌരവമായിട്ട് ആദരണീയനായ പ്രധാനമന്ത്രി ആ വിഷയങ്ങൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇവിടുത്തെ മൃതസംസ്കാരം സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹം അത്ഭുതത്തോടെയാണ് ആ കാര്യങ്ങൾ കേട്ടത്. ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കിയത് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതിനകത്ത് പങ്കെടുത്തയാളാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തു. അത് പഠിച്ച് തീർച്ചയായിട്ടും ഇതിന് തുടർ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തരികയാണ് ചെയ്തത്. അതിനകത്ത് രാഷ്ട്രീയ തലം അതിന് മാനം കൊടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, സഭയ്ക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഒരു നിമിഷം കൂടി എനിക്ക് ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത യോഹന്നാൻ മാർ മെലിത്യൂസിലേക്ക് കൂടി പോകണം. അതിനുശേഷം മറ്റതിഥികളിലേക്ക് വരാം. ഇപ്പോൾ യാക്കോബായ സഭയുടെ ഒരു പ്രതികരണം കേട്ടു. കേന്ദ്ര സർക്കാരിന്റെ ഈ സഭാ തർക്കത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് ആത്മാർത്ഥമായിട്ടാണെന്നും ഈ യാക്കോബായ സഭ നേരിട്ട നീതി നിഷേധം പ്രധാനമന്ത്രിക്ക് ബോധ്യമായെന്നുമാണ് യാക്കോബായ പ്രതിനിധി ഇപ്പോൾ പറയുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സഭാ തർക്കത്തിന്റെ വിഷയത്തിൽ
നീതി ലഭിച്ചു എന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? ഇത് കേന്ദ്ര സർക്കാരും ഈ പറയുന്ന യാക്കോബായ സഭ കേട്ടതുപോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കത്തക്ക രീതിയിൽ നിയമനിർമ്മാണം നടത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുമെന്നുള്ള ഭയം ഈ ഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടോ? ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു ഭയമില്ല. വാസ്തവത്തിൽ ഈ കഴിഞ്ഞ കോതമംഗലം കേസിലെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നുള്ള ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാദേശികമായ ചില്ലറ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിനുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ ഒരുപക്ഷെ ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വളരെ വൈകാരികമായി സർക്കാരിനെതിരെ പ്രസ്താവനകളുണ്ടാകും. പക്ഷേ വളരെ സംയമനത്തോടെയാണ് ഓർത്തഡോക്സ് സഭ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് സർക്കാരിനോടുള്ള തീവ്രമായ ഒരു എതിർപ്പ് എന്ന വിധത്തിൽ ഞങ്ങളിതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ കോടതി വിധി അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ സെമിത്തേരിയുടെ കാര്യത്തിൽ സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട്. ഞങ്ങളതിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം അത് ഒരൊറ്റ സ്ഥലത്ത്, അത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്, ഒരൊറ്റ സ്ഥലത്ത് അല്പം അസ്വസ്ഥതയുണ്ടായി. ആ അസ്വസ്ഥതയുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ സർക്കാർ ഇങ്ങനെയൊരു നിയമം പാസ്സാക്കാനിടയായത്. ഞങ്ങൾ ഇതുവരെ അതിനെ കോടതി തലത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം അത് ഞങ്ങൾക്ക് തന്നെ ഗുണമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അപ്പനെ അടക്കിയെടുത്ത് അല്ലെങ്കിൽ അമ്മയെ അടക്കിയെടുത്ത് അല്ലെങ്കിൽ സഹോദരനെ അടക്കിയെടുത്ത് ആളുകൾ വരികയും സാവകാശം സഭയുടെ ഐക്യത്തിന് ചെറിയ തോതിലെങ്കിലും കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതിനെ ഈ അഭിനന്ദ തേഫിലോസ് തിരുമേനി പറഞ്ഞതുപോലെ വൈകാരികമായി ഇതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ആ വൈകാരികത ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല. 95 മുതൽ എൻ്റെ ചുമതലയിലുള്ള 22 പള്ളികളാണ് യാതൊരു കേസിൻ്റെയും പിൻബലമില്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ബലം കൊണ്ട് മാത്രം, അത് വളരെ സാമൂഹിക വിരുദ്ധരായ ആളുകളുടെ പിൻബലം കൊണ്ട് മാത്രം കയ്യേറുകയും ശവമടക്ക് നടക്കാതിരിക്കുകയും എൻ്റെ പിതാവിനെ തന്നെ എൻ്റെ ഇടവകയിൽ അടക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു കഥയൊക്കെ വിടുക. ഇപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി എങ്ങനെ നടപ്പാക്കും എന്ന് ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ ചർച്ചയെ കേസിൻ്റെ വിധിയുടെ നടത്തിപ്പിനെ വൈകിക്കാനുള്ള ഒരു കാരണമായിട്ട് കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോഴത്തെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നടപടികളോട് സഹകരിച്ചു പോകാനാണ് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതുവരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പള്ളിയിലെ കാര്യം ഇപ്പോൾ യാക്കോബായ സഭയുടെ മെത്രോപൊലിത്ത പറഞ്ഞതുപോലെ ഈ സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഏകപക്ഷീയമായ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ടോ? ഇനിയും അത്തരത്തിലുള്ള ചർച്ചകൾ തുടർന്നാൽ ഓർത്തഡോക്സ് സഭ അതേ നിലപാടായിരിക്കുമോ സ്വീകരിക്കുക? അതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് മലപ്പുറത്ത് പറഞ്ഞത്. അല്ല, അത് തീർച്ചയായിട്ടും ഈ ആദ്യകാലത്ത് 2 ചർച്ചാ സന്ദർഭങ്ങൾ കേരള സർക്കാർ ഒരുക്കിയിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ ചർച്ചയ്ക്ക് ഒരു ക്ഷണമുണ്ടെന്നും അതുകൊണ്ട് കേസിൻ്റെ നടപടികൾ സാവകാശത്തിലാക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യണമെന്ന് പാത്രിയാർക്കീസ് ഭാഗത്തെ വക്കീലന്മാർ കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെ തീരെ നിഷേധമായ ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. വളരെ നല്ല അന്തരീക്ഷത്തിലാണ്, സൗഹൃദ ഭാവത്തിലാണ് ആ ചർച്ചകളൊക്കെ നടന്നത്. പക്ഷേ അവരുദ്ദേശിക്കുന്നത് പോലെ ഈ ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ കോടതി ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൽ നടപടി ഉണ്ടാകണമെന്ന് കോടതി ആഗ്രഹിക്കുകയും ചെയ്താൽ അത് പറ്റില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളത് ആഗ്രഹിക്കുന്നുമില്ല. കാരണം ആത്യന്തികമായി ഇത് ഒരു സഭയാണ്. ഒരു സഭയാകാൻ വേണ്ടി പറഞ്ഞോളൂ. ഫാദർ, ഈ ഘട്ടത്തിൽ ഈ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായ ചില രാഷ്ട്രീയ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് എന്നൊരാശങ്ക ഓർത്തഡോക്സ് പക്ഷത്തിനുണ്ടോ? തീർച്ചയായിട്ടും പ്രാദേശിക തലത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അത് തുറന്നു പറയാവുന്ന ഒരു കാര്യമാണ്.
എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പാത്രിയാർക്കീസ് ഭാഗത്തിന് വ്യക്തമായ ഒരു പിന്തുണയുടെ അനധികൃതമെന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറയും, നിയമരഹിതമായ ഒരു വിഷയമാണത്. അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന ശക്തമായ അഭിപ്രായം അതായത് എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം യാക്കോബായ വിഭാഗത്തിന് അനധികൃതമായ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ്. അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് സംസ്ഥാന സർക്കാരിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന ആശങ്കയുണ്ടോ? ചില സന്ദർഭങ്ങളിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ പ്രാദേശികമായ തീർച്ചയായിട്ടും സ്വാധീനങ്ങൾ ഉണ്ടാകാം. കാരണം ഇവിടുന്ന് നൽകുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫീഡിങ്ങിൻ അനുസരിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കോതമംഗലം പള്ളി കേസിൽ നടന്ന ചർച്ചയുടെ തെറ്റായ ഒരു പ്രാതിനിധ്യമാണ് സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ കൊടുത്തത്. അത് കോടതിയുടെ ശക്തമായ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. ആരുടെ അത് സർക്കാരിൻ്റെ കേന്ദ്ര തലത്തിലുള്ള ആളുകൾ അറിഞ്ഞിട്ടാണ് എന്നുള്ള ബോധ്യം എനിക്കില്ല. പക്ഷേ ആരുടെയൊക്കെയോ വളരെ ശക്തമായ, അത് എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ് എന്ന ഉത്തമ ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഒരു സ്വാധീനം അവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തും കുറച്ച് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ടാകാം. ഈ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ഞാൻ യാക്കോബായ വിഭാഗത്തിലെ മെത്രാപ്പോലീത്തയുടെ കൂടി കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാം തീർച്ചയായും മറ്റതിഥികളിലേക്ക് കൂടി വന്നതിനു ശേഷം. ഒരു നിമിഷം മെത്രാപ്പോലീത്ത, അതിനുമുമ്പ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിനിധി കൂടിയായി നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ഔദ്യോഗികമായ CPM പ്രതിനിധി അല്ലെങ്കിൽ കൂടി റജി ലൂക്കോസാണ്. റജി, ഇപ്പോൾ ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ട് എന്ന് ഈ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്ത തന്നെ തുറന്നു പറയുകയാണ്. അതേസമയം തന്നെ ഈ BJPക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്വാൻറ്റേജ് ആവുന്ന തരത്തിൽ മെത്രാപ്പോലീത്ത പ്രതികരിക്കുന്നതുമില്ല. BJPയുടെ നിലപാടിനെയും പ്രധാനമന്ത്രിയുടെ നീക്കത്തെയും സംശയത്തോടെ കാണുന്നു എന്നുകൂടി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുമ്പോൾ, ഈ കോടതി വിധി വെച്ചുകൊണ്ട് യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കിനെ ലാക്കാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ എറണാകുളത്തെ ജില്ലാ നേതൃത്വത്തിൻ്റെ പങ്ക്, അനധികൃതമായ രീതിയിലുള്ള സ്വാധീനമൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭാ പ്രതിനിധി പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 4 വോട്ട് കൂടുതൽ കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണോ ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതും മലപ്പുറത്ത് ഈ സഭയുടെ ഒരു വൈദികൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ രീതിയിൽ മറുപടി മുഖ്യമന്ത്രി പറയുന്നതും? ആ പ്രോഗ്രാമില് ഒരു വൈദികൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് സത്യമാണ്. അത് ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന മെത്രാപ്പോലീത്തയോടൊപ്പം ചർച്ചയ്ക്കിരിക്കുന്ന മിലിത്യോസ് തിരുമേനി തന്നെ ഇവിടെ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു. അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്, അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് ആ സഭയുടെ തന്നെ ഒരു ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് അടിസ്ഥാനം ഇല്ല എന്നുള്ളതും തിരുമേനിയോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു ഗൗരവമുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാര് യാക്കോബ് സഭയ്ക്ക് അനുകൂലമായ നിലപാടുകൾ ചില സമയത്ത് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. കാരണം അങ്ങനെ ഒരു യാക്കോബായ പക്ഷമോ ഓർത്തഡോക്സ് പക്ഷമോ ഒരു പക്ഷം പിടിച്ചുള്ള ഒരു തീരുമാനവും പ്രത്യേകിച്ച് CPM-നില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ താല്പര്യത്തോടുകൂടി മുൻകൈ എടുത്ത് പലതവണ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട് ഇവരൊന്നു തന്നെ സഭ ഒരു നൂറ്റാണ്ട് മുമ്പ് സ്പ്ലിറ്റായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1971-ലാണെന്ന് തോന്നുന്നു ഇവർ ഒന്നിച്ചതാണ്. ആ വർഷം മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തിരുത്താം. വീണ്ടും അത് സ്പ്ലിറ്റ് ആയതാണ്. അദ്ദേഹത്തിന്റെ മുൻകൈയിൽ പലതവണ ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഫലങ്ങളും അതെന്താണെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലപ്പുറത്ത് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവരോടുള്ള സമീപനത്തിൽ തങ്ങളുടെ പക്ഷമാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പക്ഷമാണെന്നുള്ള ഒരു വേർതിരിവും ഇല്ലാതെ അദ്ദേഹം വളരെ നിഷ്പക്ഷമായിട്ടാണ് ഇവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുള്ളവരും അത് ഇവർ രണ്ടുപേരുടെ വാക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാര് അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ടുണ്ടെന്നുള്ള തെളിവ് ഇതുവരെ പുറത്തുവന്നിട്ടില്ല. തിരുമേനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഉന്നയിക്കേണ്ട വേദികളിൽ ഉന്നയിക്കപ്പെടാവുന്നതാണ്. അതിന് പരിഹാരം ഉണ്ടാക്കും.
ഒരു നിമിഷം, AMT ജനറൽ സെക്രട്ടറി റിജു കാഞ്ഞൂക്കാരൻ കൂടി നമുക്കൊപ്പമുണ്ട്. റിജു, ഈ സഭയുടെ തർക്കത്തിൽ മാത്രമല്ല BJP ഇടപെടാൻ പോകുന്നത്. BJP ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കാലാകാലങ്ങളിലായി സംസ്ഥാനത്തെ UDF-നോ LDF-നോ പരിഹരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ഫണ്ടിന്റെ വിതരണത്തിലുള്ള അസമത്വമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത്. ക്രൈസ്തവ സഭകളിൽ വലിയൊരു പക്ഷത്തിന് ഈ കാലാകാലങ്ങളിലായി UDF-ലെ മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തിൽ അമർഷമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അടുത്ത കാലത്തെ ചില ഹാഗിയ സോഫിയ വിഷയത്തിലടക്കമുള്ള നിലപാടുകൾ, ലവ് ജിഹാദിലടക്കമുള്ള വിഷയങ്ങൾ, ഇതിലെല്ലാം ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ഒരു അമർഷം, ആ അമർഷവും അനീതിയും കൃത്യമായും കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് എന്നാണ് BJP-യുടെ ഭാഷ്യം. അതിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട സഭാ നേതൃത്വം ചർച്ച നടത്തിക്കഴിഞ്ഞു. അതിലൊരു സഭാ നേതൃത്വം ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പറയുന്നത് പ്രകാരം ഈ കേന്ദ്ര നീക്കത്തിൽ രാഷ്ട്രീയമായ ഉദ്ദേശത്തെ സംശയിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും BJP ആ നോട്ടമോ BJP ആ നീക്കമോ ഉപേക്ഷിച്ചിട്ടില്ല. ഈ മധ്യ കേരളത്തിലെ വോട്ട് ബാങ്ക് ലാക്കാക്കിയാണോ BJP-യുടെ നീക്കം? അതല്ല, ഈ കേരളത്തിലെ ന്യൂനപക്ഷ ഫണ്ട് വിതരണത്തിലെ അപാകത നീക്കുക എന്ന കേന്ദ്രത്തിന്റെ താല്പര്യം, സതുദ്ദേശത്തെയാണോ റിജു നോക്കിക്കാണുന്നത്? ഈ വിഷയത്തിൽ ഞാൻ രണ്ട് പക്ഷത്തും നിൽക്കാതെ ഒരു മധ്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയെ കാണുക, ഒരു സാധാരണ പൗരൻ നിലയ്ക്ക് നോക്കിയെ കാണുന്നത്, ഈ വിഷയത്തിൽ ഒരു വോട്ട് ബാങ്ക്, ഒരു വർഗീയത ലക്ഷ്യം തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്ന പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുള്ളത്. ഒരു സംശയമില്ല, വോട്ട് ബാങ്ക് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളുടെ മെത്രാന്മാരായ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് മധ്യസ്ഥനായി ഒരേ ആളേ ഉള്ളൂ, അത് കർത്താവായ ഈശോ മിശിഹായാണ്. അതിന് മധ്യസ്ഥനായി ഇവർ എന്തിനാണ് നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും വിളിക്കുന്നത്? ഇവർക്കൊരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റാത്തിടത്തോളം കാലം ഇവർ എന്ത് ക്രൈസ്തവ സാക്ഷ്യമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാ വിഭാഗവും, അത് LDF ആയാലും UDF ആയാലും BJP ആയാലും ഈ വിഷയത്തിൽ ഇടപെടുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ്. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളെ ഞാൻ 24-ൽ തന്നെ ഇതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഈ ലവ് ജിഹാദ് എന്ന വിഷയങ്ങൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ, 2018-ൽ NIA അന്വേഷിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇത് കാലാകാലങ്ങളിൽ ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന ഒരു ഫാന്റസി മാത്രമാണ് എന്നാണ്. ഇത് ഇലക്ഷൻ സമയത്ത് എവിടുന്നോ പൊട്ടിപ്പൊളിച്ച് വരുന്ന ഒരു മുസ്ലിം വിരുദ്ധത മറയാക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത ലക്ഷ്യമാക്കുന്ന ഒരു ഫാന്റസിയാണ് എന്ന് NIA-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നുള്ള ബാക്കി കാര്യങ്ങൾ, അതിന് പോലും വ്യക്തമായ തെളിവോ സാഹചര്യങ്ങളോ ഇല്ല. ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ UDF-ന്റെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അതിനെ അനുകൂലിച്ച് ഒരു ലേഖനം എഴുതിയപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വേദനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വേദനിച്ച സമയത്ത് അതിനെ തിരുത്താനോ അതിനെ ഒരു സമന്വയത്തിന്റെ ഭാഷയിലേക്ക് എത്തിക്കാനോ UDF-ന്റെ മറ്റ് ഘടകകക്ഷികളോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ രംഗത്ത് വന്നില്ല എന്നുള്ളത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നതും ഈ പ്രശ്നങ്ങൾ ഒരു ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനൊക്കെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. www.persecutionrelief.org എന്ന വെബ്സൈറ്റിൽ ഇന്ത്യയിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ BJP പ്രതിനിധിയെ മറുപടി പറയേണ്ടതാണ്. ക്രൈസ്തവ ന്യൂനപക്ഷത്തോട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് എവിടേക്ക് നടന്നിട്ടുണ്ട്, ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, എത്രമാത്രം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ കേരളത്തിലെയും ഭാരതത്തിലെയും ക്രൈസ്തവ സമൂഹം മുഴുവൻ, മനുഷ്യാവകാശ പ്രവർത്തകർ മുഴുവൻ രംഗത്ത് വന്നിട്ടും 92 വയസ്സുള്ള ഈശോ സഭ വൈദികനായ സ്റ്റാൻ സ്വാമി ഇപ്പോഴും NIA കസ്റ്റഡിയിൽ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം എന്ത് കുറ്റാരോപിതനാണ്?
എന്ത് പ്രശ്നത്തിന്റെ പുറത്താണ് അദ്ദേഹം കിടക്കുക? അതിലൊന്നും ഇടപെടാൻ ഈ പ്രധാനമന്ത്രിക്ക് ഈ സമയമില്ലല്ലോ. ഓർത്തഡോക്സ് സഭ തിരുമേനി പറഞ്ഞ ഒരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുക. കാരണം ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്നും വലുതായി കണ്ട് സഭാ പ്രശ്നത്തിൽ നരേന്ദ്രമോദി 2 സഭാ നേതാക്കന്മാരെ ഒന്നിച്ചു കണ്ടില്ല. ഓർത്തഡോക്സ് സഭാധ്യക്ഷന്മാരെ കാണുന്നു, അവർ പുറത്തു വരുന്നു, അവർ സംതൃപ്തരാണെന്ന് പറയുന്നു. വീണ്ടും യാക്കോബായ അധ്യക്ഷന്മാരെ കാണുന്നു, അവർ പുറത്തു വരുന്നു, അവരും പറയുന്നു സന്തുഷ്ടരാന്ന് പറയുന്നു. എങ്ങനെയാണ് 2 കൂട്ടരെയും സന്തുഷ്ടരാക്കുക? അതൊരു ഒരു ആട്ടിനെ തമ്മിലടിപ്പിക്കുന്ന കുറുക്കന്റെ നയമാണ്. ഇവിടെ തൊട്ട് പ്രധാനമന്ത്രി ഡൽഹിയിൽ തൊട്ട് മുൻപിൽ കിടക്കുന്ന കർഷകരെ കാണാൻ ഈ വിഷയത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഭാരതത്തിന്റെ പ്രധാന ജനവിഭാഗമായ കർഷകർ 50 കോടിയോളം വരുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധികളെ കാണാൻ സമയം കാണാത്ത പ്രധാനമന്ത്രി 20 ലക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രശ്നം തീർക്കാൻ ഇതിനു മാത്രം സമയം കണ്ടെത്തിയപ്പോൾ അതിൽ രാഷ്ട്രീയമില്ല, അതിൽ വർഗീയതയില്ല, അതിൽ വോട്ട് ബാങ്ക് ഇല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു മന്ദബുദ്ധിയല്ല ഈ കേരള ഒരു നിമിഷം ഡോക്ടർ പ്രമീള ദേവി മറുപടി പറയട്ടെ. ഡോക്ടർ പ്രമീള ദേവി, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച NIA കസ്റ്റഡിയിലുള്ള ഫാദർ സ്വാമി അടക്കമുള്ളവരെ പുറത്തുവിടാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനോ BJPക്ക് ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ലാതിരിക്കെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അനുതാപപൂർണമായ ഒരു നിലപാടെടുക്കാൻ ഇപ്പോഴും BJPക്കൊക്കെ കഴിയാതിരിക്കെ ഈ സഭാതർക്കത്തിൽ ഇടപെടുകയും ഈ പറയുന്ന സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചയ്ക്ക് BJPയും പ്രധാനമന്ത്രിയും തീയതി കുറിക്കുകയും ചെയ്യുന്നത് കൃത്യമായും അവിടെ ഒരു സാധ്യത LDFനും UDFനും ഇടയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടല്ലേ? അതല്ലേ ഇപ്പോൾ ഓർത്തഡോക്സ് മെത്രോപൊലിത്ത തള്ളിപ്പറഞ്ഞതിലൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്? ശ്രീ അരുൺ, 2 കാര്യങ്ങൾ ഇതിലുണ്ട്. ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത പറഞ്ഞതിനെ അദ്ദേഹം തന്റെ സ്വാഭാവികമായ ഒരു സംശയം, ഒരു ആകുലത പ്രകാശിപ്പിച്ചതാണ്. അതിനെ ഇപ്പോൾ സംസാരിച്ച റിജു കാഞ്ഞൂക്കാരൻ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് അതിനെ ദുരർത്ഥത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. തിരുമേനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയാണ്, അങ്ങനെ ആയിരിക്കുമോ എന്ന ആശങ്കയാണ്, അല്ലാതെ ഒരു ദുരർത്ഥത്തിലല്ല അദ്ദേഹം അത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇനി രണ്ടാമത്, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് മറുപടി പറയുന്നത് ഒരു പുതിയ തന്ത്രമൊന്നുമല്ല. അതിന് വലിയ പുതുമയും മനോഹാരിതയും നവീനതയും ഒന്നുമില്ല. പ്രധാനമന്ത്രിയെ നരാധമനെന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതിലധികം ഒന്നുമല്ല ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കൻ അല്ലെങ്കിൽ ചെന്നായ എന്ന വിളി. ആ വിളി ഇതിനു മുമ്പ് അദ്ദേഹത്തെ വിളിക്കാൻ ഉപയോഗിച്ച പല അസംസ്കൃതവും ആഭാസകരവുമായ നിരവധി വിളികളിൽ ഒന്നു മാത്രമാണ് എന്നതുകൊണ്ട് അതിലും എനിക്ക് പ്രത്യേകിച്ചൊരു ആശങ്കയോ അത്ഭുതമോ അതിശയമോ ഒന്നും തന്നെയില്ല. 50 കോടി കർഷകരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ചോദ്യം, കാർഷിക ഭേദഗതി നിയമം ഇവിടെ ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കാർഷിക ഭേദഗതി നിയമം എത്രമാത്രം കർഷകാനുകൂലമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ എല്ലാ സാഹചര്യവുമുണ്ട്. ആളുകൾക്ക് വായിച്ചും കേട്ടും അറിഞ്ഞും മനസ്സിലാകുന്നവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ മണ്ഡി സിസ്റ്റം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ എങ്ങനെ കർഷക വിരുദ്ധമാണെന്നും ആവശ്യമായവർക്ക് അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്നുമുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കെ 50 കോടി കർഷകരോട് അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് വെറുമൊരു തൊടുന്യായം. അല്ല, ഈ പ്രമീള ദേവി ഈ സഭാ നേതൃത്വവുമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് ഈ 5.5 ലക്ഷം ആളുകൾ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസിൽ ഡൽഹിയുടെ അതിർത്തിയിൽ സമരം ചെയ്യുകയും പ്രക്ഷോഭം ചെയ്യുകയുമാണ്. അവരുടെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ചർച്ച നടത്തിക്കൂടെ? ഇനിയും കൃഷിമന്ത്രിയും ഈ പറയുന്ന ഭക്ഷ്യമന്ത്രിയും മാത്രമാണോ ഈ കർഷകരെ കാണേണ്ടത്? കേരളത്തിലുള്ള ഈ സഭാതർക്കം ഈ കാർഷിക പ്രശ്നത്തിന് മുന്നിൽ എത്രയോ ചെറുതാണ്, അങ്ങനെയല്ലേ കണക്കാക്കുന്നത് താങ്കളും? അല്ല, ഞാനത് പറഞ്ഞല്ലോ, കാർഷിക ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഈ സമരം എന്ന് പറയുന്നത് അസ്ഥാനത്തുള്ളതും അനർത്ഥമായതുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാർഷിക ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇടനിലക്കാരുടെ കടുത്ത പിടിയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇതേ സമരം തന്നെയായിരുന്നു, ഇതിന്റെ മറ്റൊരു കോപ്പിയായിരുന്നു ഷഹീൻബാദിൽ നടന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്നതും നോട്ട് നിരോധനത്തിനെതിരെ നടന്നതും ഒക്കെ ഇതേമാതിരിയുള്ള സമരാഭാസങ്ങളായിരുന്നു.
ആ സമരങ്ങളിലൂടെ ഒക്കെ അധികം അല്ല, ഈ ആളുകൾ കാർഷിക സമരത്തെ ഒരു സമരാഭാസം എന്നൊക്കെ ഈ ഘട്ടത്തിൽ BJP നേതാക്കൾ കേന്ദ്ര നേതൃത്വം പോലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. പ്രമീള ദേവി, കാർഷിക സമരത്തെയല്ല, ഇടനിലക്കാരുടെ പിടിയിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കർഷകാനുകൂലമായ നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അല്ല, എന്റെ ഒരു സംശയം അതല്ല, ഈ കാർഷിക പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമാണോ ഈ കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം? അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ അരുൺ, ഒരു പ്രശ്നത്തെക്കാൾ വലുതാണോ മറ്റൊന്ന് എന്ന ചോദ്യത്തിന് എന്താണ് പ്രസക്തി? ഇതിന് ഓരോന്നിനും അല്ല, പ്രധാനമന്ത്രി രണ്ട് സഭാ നേതാക്കളെയും കണ്ടു. അത് കാണണം. പ്രധാനമന്ത്രി ഈ ക്രൈസ്തവ സഭകളെ കാണുന്നത് ഉള്ളുകൊണ്ട് നമുക്ക് മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. കാര്യം ഗ്രഹാം സ്റ്റേറ്റ് സ്റ്റുഡൻസിന്റെ ഒരു കഥ ഇപ്പോഴും ഒറീസയിലെ കുട്ടികൾ മറന്നിട്ടില്ലല്ലോ. ഒറീസയിലെ സമൂഹമൊന്നും അധികകാലം മറന്നിട്ടില്ല. കണ്ടാൽ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ണുകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രമീള. പക്ഷേ ഈ ഒരു തർക്ക വിഷയം ഈ ഡൽഹിയുടെ അതിർത്തിയിൽ കിടക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലെ സഭാതർക്കം പരിഹരിക്കാൻ ഇടപെടുന്നതിലെ യുക്തിയാണ് മനസ്സിലാവാത്തത്. അല്ല, യുക്തി എനിക്കും മനസ്സിലാകുന്നില്ല അരുൺ മറ്റൊന്നിലെ. കാരണം പ്രധാനമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ ക്രൈസ്തവരുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്കും BJPക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറയും. ഇടപെട്ടാൽ ഇടപെടുന്നതിലെ യുക്തി മനസ്സിലാവുന്നില്ല എന്ന് പറയും. എന്താണ്, ഏതുത്തരത്തിലേക്കാണ്, ഏതു തുറമുഖത്തിലേക്കാണ് നങ്കൂരം അടുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് വളരെ വ്യക്തമായതുകൊണ്ട് തന്നെ എനിക്ക് അതിലെ യുക്തി മനസ്സിലാവുന്നുണ്ട്. BJP ന്യൂനപക്ഷങ്ങളുമായി എക്കാലവും അകന്നു നിൽക്കണം. BJPക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇടയിൽ വലിയ വലിയ തകർക്കപ്പെടാത്ത മതിലുകൾ ഉണ്ടായിരിക്കണം. അഥവാ ഏതെങ്കിലും സമയത്ത് BJPയും ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി സമരസപ്പെടുന്നു എന്ന് തോന്നിയാൽ അവിടെ ക്രൈസ്തവ പീഡനവും ന്യൂനപക്ഷ വിരുദ്ധതയും BJPയുടെ വർഗീയതയും നരേന്ദ്രമോദിയുടെ ക്രൂരതയും ഒക്കെ ആവർത്തിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനസ്സ് മടുപ്പിക്കണം. ഇത് തന്നെയാണ് കേരളത്തിൽ നിരവധി ആളുകൾ ഭാരതത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങളുടെയൊക്കെ യുക്തി നന്നായിട്ട് മനസ്സിലാവുന്നു എന്നതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നത് നൂറ്റാണ്ടിൽ പരം കാലമായി നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെ തന്നെയാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇതുവരെ പരിഹരിക്കപ്പെടാത്തത് ഇനി പരിഹരിക്കപ്പെടുമെങ്കിൽ നല്ലത്, സമാധാനം പുലരുമെങ്കിൽ നല്ലത് എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് ഇവരെ രണ്ടുപേരെയും സമവായത്തിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്നതാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ സുപ്രീം കോടതി വിധി നിലനിൽക്കുകയില്ല. ഇതിനെ മറികടന്ന് ഈ പ്രധാനമന്ത്രിക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുക? പ്രമീള ദേവി, അയോധ്യ വിഷയത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രധാനമന്ത്രി ഇരു വിഭാഗത്തെയും വിളിച്ചുകൂട്ടി ചർച്ചയ്ക്ക് തയ്യാറായില്ലല്ലോ. അവിടെ സുപ്രീം കോടതിയല്ലേ ഇടപെട്ട് ഒരു മധ്യസ്ഥ കമ്മീഷനെ വയ്ക്കുന്ന നിലപാടുണ്ടായത്. അവിടെയാണ് സംശയങ്ങൾ ഉണ്ടാവുന്നതും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇതിലൊരു രാഷ്ട്രീയ ഉദ്ദേശമില്ലേ എന്ന് സംശയിക്കുന്നതും. അല്ല, പ്രധാനമന്ത്രിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് അദ്ദേഹം ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നാം ആശങ്കപ്പെടേണ്ടതില്ല ശ്രീ അരുൺ. അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇരുവിഭാഗവുമായുള്ള ചർച്ചയിലൂടെ ഒരു സമവായത്തിൽ എത്തിച്ചേരുമെന്നല്ലേ ചർച്ചയുടെ തുടക്കത്തിൽ വിശ്വസിക്കേണ്ടത്? അതോ ചർച്ചയിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് മുൻവിധിയല്ലേ? അത്തരത്തിലാണോ നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്? ഈ പ്രശ്നത്തിൽ മുൻകാലങ്ങളിൽ ഏതാണ്ട് 10-15 വർഷം മുൻപ് ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഇതേ വിഷയത്തിൽ ഇടപെടുകയും ഇരുഭാഗത്തു നിന്നും വളരെ പ്രതീക്ഷാനിർഭരമായ, അങ്ങേയറ്റം സപ്പോർട്ടീവായ ഒരു നിലപാടുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ ശ്രമം പരാജയപ്പെടുമെന്ന തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് തുറന്ന മനസ്സോടെ ഇതിനെ സമീപിക്കാം. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കേരളത്തിലെ പ്രമീള ദേവി, ഞാൻ യാക്കോബായ സഭ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ തെയോഫിലിസിലേക്ക് കൂടി പോകുന്നു. ഫാദർ, നേരത്തെ ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ നിന്ന് ഇടതുമുന്നണിയിലെ ചില നേതാക്കൾ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ രീതിയിൽ അനധികൃതമായി ഇടപെടുന്നതിന് ഒരു ഉദാഹരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ സംസ്ഥാന സർക്കാരിന് യാക്കോബായ പക്ഷത്തേക്ക് ഈ സുപ്രീം കോടതി വിധി മാനിക്കാതെയുള്ള ഒരു ചായ്വുണ്ടോ എന്നാണ് ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ ുള്ള ചർച്ചയ്ക്ക് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾ പോവുകയും ചെയ്തത്. സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്തു, അത് വിജയം കാണുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു നിലപാട് വിജയം കാണും എന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ യാക്കോബായ സഭയ്ക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഡോക്ടർ അരുൺ, എനിക്ക് 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു സമയം തരണം. കാരണം
ഒന്നാമത് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് തന്നെ മറുപടിയിൽ ഞാൻ തുടങ്ങാം. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏകപക്ഷീയമായിട്ട് യാക്കോബായ സഭയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ജില്ലാ നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതായ ഒരു ആരോപണം അത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട വിഷയമാണ്. കാരണം എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ യാക്കോബായ വിശ്വാസികൾ ഭൂരിഭാഗവും യാക്കോബായ വിശ്വാസികളുള്ള ഒരു ജില്ലയാണ്. ഇവിടെ നമുക്കറിയാം, ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ പെറോം പള്ളിയുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 3000 വീട്ടുകാർക്ക് വേണ്ടിയിട്ട് 200 വീട്ടുകാരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതിന്റെ ന്യായത്തെക്കുറിച്ച് ചോദിച്ചു. കോതമംഗലം പള്ളി 3500 യാക്കോബായ കുടുംബങ്ങൾക്ക് വേണ്ടി 4 വീട്ടുകാരെ അവിടുന്ന് ഇറക്കി വിടുകയാണ്. പിറവത്തും മുളന്തുരുത്തിയിലും ഓർത്തഡോക്സ് വിഭാഗത്തിന് തൊട്ട് 10 മീറ്റർ അകലെ വേറെ പള്ളി ഉള്ളപ്പോഴാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം, എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 52 പള്ളികളിൽ ഭൂരിഭാഗവും എറണാകുളം ജില്ലയിൽ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുളന്തുരുത്തി പള്ളിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ക്രൂരമായി ഞങ്ങൾ മർദ്ദിക്കപ്പെട്ട് ഞങ്ങൾ ആ പള്ളി വെറും ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് പിടിച്ചുകൊടുത്ത സംഭവങ്ങളൊന്നും ഇവരും മറക്കരുത്. പിന്നെ ഈ ഒരു ആരോപണത്തിന്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത്, ആര് ഈ വിഷയത്തില് നീതിപൂർവമായിട്ട് തീർക്കാൻ, സമാധാനപരമായിട്ട് തീർക്കാൻ ആരിടപെടുന്നുവോ അവരെയെല്ലാം യാക്കോബായ പക്ഷത്തിന്റെ ആളുകളെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നതായ നിർഭാഗ്യവശാൽ ഈ ഒരു ട്രെൻഡ് ഈ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ സകല സഭാമേലധ്യക്ഷന്മാരും ഒരേ സ്വരത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം ഒരു അഭിപ്രായം പറഞ്ഞു, ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശം പറഞ്ഞു, സമാധാനപരമായിട്ട് തീർക്കാനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു. അവരെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും സഭയുടെ ഔദ്യോഗിക സ്ഥാനികൾ എന്താണ് പറഞ്ഞതെന്നുള്ള പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ ഞങ്ങൾക്കാണ് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടേതാണ് പള്ളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചർച്ചകളുടെ സമവായത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇത് കോടതി വിധിയുടെ ലംഘനമല്ല. 2017 ജൂലൈ 3 വിധിയുടെ അവസാനത്തെ പാരഗ്രാഫ് ഇരുവിഭാഗങ്ങളും ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് ഈ ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടത്. ഈ ചർച്ചകൾക്കെല്ലാം ഈ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ ദുഃഖകരമായ ഒരു സംഗതി, മലങ്കര സഭാ തർക്കം ഒരു നിസാര വിഷയമായിട്ട് കാണുന്ന, അത് ലഘൂകരിച്ച കർഷകരുടെ സമരമൊക്കെ അത് പൂർണ്ണമായിട്ടും അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. 100 വർഷമായിട്ട് ഈ 20 ലക്ഷത്തോളം വരുന്ന ജനസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും അവരുടെ ദേവാലയങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതായ ദുരന്തങ്ങളും മൃതശരീരങ്ങൾ പോലും ഒരു സമൂഹത്തിനും ഉണ്ടാകാത്ത ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നാട് ഭരിക്കുന്ന ആളുകൾ ഇടപെടുന്നതിനെ, അതിനെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ നേതൃത്വത്തിന്റെ ഇതെന്നും അതല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ് മാത്രം ചുരുക്കി ഇത് ഒരു ലഘൂകരിച്ചുകൊണ്ട് അതിനെ ചെറുതാക്കി കാണുവാനുള്ളതായ ശ്രമങ്ങൾ വളരെ സങ്കുചിതമായി പോയി എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം യാക്കോബായ സഭയ്ക്ക് ഈ വിഷയത്തിൽ മാത്രമാണോ അനീതിയായി തോന്നിയതും? ഇപ്പോൾ അഭയ കേസ് അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയത്തിലൊന്നും യാക്കോബായയുടെയോ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയോ മറ്റൊരു സഭയുടെയും പ്രതിനിധികൾ സംശയിക്കുന്നതോ സംസാരിക്കുന്നതോ ആയിട്ട് കാണുന്നില്ല. അനീതി സംഭവിക്കുന്നിടത്തെല്ലാം ഇടപെടുന്നവരാണ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗമെങ്കിൽ ഈ അഭയ കേസിൽ നീതി നിഷേധിക്കപ്പെട്ട അഭയയുടെ കുടുംബത്തിന് അനുകൂലമായി ഇതുവരെയും ഒരു സഭാ നേതൃത്വവും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും മെത്രാപ്പൊലീത്ത? നിങ്ങൾ അങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടത്? അനീതി 100 വർഷമായി യാക്കോബായ സമൂഹത്തിനൊരു അനീതിയുണ്ട്. ഈ അനീതി സുപ്രീം കോടതിയിലൂടെ അനീതി വീണ്ടും ഉറപ്പിക്കുകയാണെന്ന് തോന്നുമ്പോൾ കഴിഞ്ഞ 28 വർഷമായി കേരളത്തിൽ തുടരുന്നൊരു കേസാണ് ഈ അഭയ കേസ്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തിന് അഭയ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന സമുദായത്തിൽ നിന്ന് വന്നത് അവിശ്വസനീയം. ഈ പിതാവും ഈ വൈദികനും ഈ കന്യാസ്ത്രീയും കൂടി ഇത് ചെയ്തോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അവരുടെ സഭയിലെ ഒരു വിശ്വാസി, അതും ഒരു കന്യാസ്ത്രീ, തിരുവസ്ത്രം ഇട്ടൊരു പെൺകുട്ടി കൊലപാതകം ചെയ്യപ്പെട്ട കാര്യത്തിൽ പോലും അവിശ്വസനീയം എന്ന നിലപാടാണ് ആ സമുദായം എടുത്തത്. ആ സമുദായത്തെ ഒന്ന് വിമർശിക്കാനോ അങ്ങനൊരു നിലപാടെടുത്തതിനെ ചോദ്യം ചെയ്യാനോ യാക്കോബായ സഭയ്ക്കോ ഓർത്തഡോക്സ് സഭത്തിനോ ഒന്നും കഴിയുന്നില്ലല്ലോ എന്നതാണ്. സ്വന്തം സഭയുടെ കാര്യം വരുമ്പോൾ, സ്വന്തം പള്ളി നഷ്ടപ്പെടുന്ന കാര്യം വരുമ്പോൾ, സ്വന്തം സ്വത്ത് നഷ്ടപ്പെടുന്ന കാര്യം വരുമ്പോൾ മാത്രമേ അനീതി എന്നുള്ളത് ബാധകമാകത്തുള്ളൂ. ഫാദർ അരുൺ, തീർച്ചയായിട്ടും സാമൂഹ്യ വിഷയങ്ങളിലും അനീതിപരമായ കാര്യങ്ങളിലും അത് അരുണിന് തന്നെ അറിയാം. സഭയുടെ ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ നമ്മളെ വിഷയം ഇതിന്റെ അകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവാതെ തന്നെ ഞാൻ പറയട്ടെ,
ഇത് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം, ഇതിന്റെ മുഴുവനും ആ ദുരവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് നേരെ നടക്കുന്നതായ നീതി നിഷേധത്തിന്റെ ഇത് ഞങ്ങൾ പ്രതികരിക്കാതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആവലാതെ ഞങ്ങൾ പറയാതിരിക്കാൻ എങ്ങനെ പറ്റും ഞങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് ഇത് മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തെ ലഘൂകരിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ഇതിലേക്ക് മാത്രം ചുരുക്കി കളയരുന്നൊരു അപേക്ഷയുണ്ട്. പക്ഷേ മെത്രോപൊലിത്ത അപ്പോഴും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പ്രകാരം ലോകം പോലെ വിശാലമാകേണ്ട മനസ്സല്ലേ നമ്മളുടേത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. സഭാ നേതൃത്വങ്ങൾക്ക് പിന്നാലെ മുന്നണി നേതാക്കൾ പായുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ അനുപാതരഹിതമായ പോക്ക് കണ്ടിട്ടാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി പോലും ഇടപെടുകയും മിസോറാം ഗവർണർ തന്നെ നേരിട്ട് മധ്യസ്ഥ ശ്രമത്തിലെത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. യാക്കോബായ സഭ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ തെയോഫിലിസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി ഓർത്തഡോക്സ് സഭ മെത്രോപൊലിത്ത യൂഹന്നാൻ മാർ മിലിത്തോസിന് നൽകാനുള്ള അവസരം. ഫാദർ മറുപടി പറഞ്ഞോളൂ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നതിനെ സംശയകരമായി കാണേണ്ടതില്ലെന്നും ഈ നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിക്കാനുള്ള സ്വാഭാവികമായ അവകാശമുണ്ടെന്നുമാണ് ഇപ്പോൾ യാക്കോബായ സഭ മെത്രോപൊലിത്ത പറഞ്ഞത്. ഡോക്ടർ അരുൺ, ഈ നീതി എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവനവൻ്റെ കാര്യം വരുമ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ ഒരു വിഷയമുണ്ട്. കാണ്ടമാനിൽ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. 50,000 ക്രിസ്ത്യാനികളെ വീടുകൾ കത്തിച്ച് കാട്ടിലേക്ക് ഓടാൻ സാഹചര്യമുണ്ടാക്കിയ സമയത്ത് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും നഗ്നരാക്കി ചത്ത മൃഗത്തിൻ്റെ മുമ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് നാട് നീളെ പരസ്യപ്പെടുത്തി ആളുകളെ പീഡിപ്പിച്ച സമയത്ത്, പള്ളികൾ അഗ്നിക്കിരയാക്കിയ സമയത്ത് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒന്നും ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല. അവിടുത്തെ ആളുകളുടെ കണ്ണുനീര് ഞാൻ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുകയും ആ വിധി എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് കേരള സർക്കാരിനോടും കേരളത്തിലെ ഹൈക്കോടതിയോടും കണ്ടനാട് പള്ളി വിഷയത്തിൽ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് കേരളവും ഇന്ത്യയിലാണ് എന്ന് ധരിച്ചോളണം എന്നാണ്. ഹൈക്കോടതിയെ പോലും വിമർശനത്തിന് വിധേയമാക്കിയ ശൈലിയിൽ ഒരു സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ അവിടെ കുറേ ആളുകളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് നീതിപൂർവമാണ് എന്ന് പറയാനോ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ സമയം ചെലവഴിക്കുന്നുവെന്ന് പറയാനോ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് അഭിവന്യ തെയോഫിലോസ് തിരുമേനി മറുപടി പറഞ്ഞില്ല. 95 ശേഷം എൻ്റെ 22 പള്ളികൾ കയ്യേറിയത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ പിതാവിൻ്റെ ശവം സംസ്കരിക്കാൻ അവകാശം കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയത് എങ്ങനെയാണ്? 58 മുതൽ 71 വരെ ഈ അവകാശങ്ങൾ എവിടെയായിരുന്നു? സഭ ഒന്നായി പോയതാണ്. ഒന്നായി പോകാൻ തക്കവണ്ണം വീണ്ടും 95 ശേഷം അനേക ചർച്ചകൾ നടത്തിയതാണ്. ഇത് ആവർത്തിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. നമ്മൾ ജനകീയ കോടതിയിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇത് ഇരുന്ന് സംസാരിച്ച ഒരു വിഷയമാണ്. വീണ്ടും ഇത് ആവർത്തിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല, മറിച്ച് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേ മതിയാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. ഇവർക്കെല്ലാവർക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാകാനുള്ള അവസരം ഉണ്ടായിരുന്നതാണ്. ആ അവസരം വിനിയോഗിക്കാതെ സ്വന്തമായൊരു സംഘടന രജിസ്റ്റർ ചെയ്ത് ആ സംഘടനയിലേക്ക് പലവിധത്തിലായ നേതൃത്വത്തിൻ്റെ പുതിയ നിരയെ കൊണ്ടുവന്ന് അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ വിലപ്പാകാത്ത ഒരു നീതി, അവിടെ നടപ്പാകാത്ത ഒരു നിയമം നടപ്പാക്കാൻ സർക്കാരുകളെ ബന്ധനത്തിലാക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ചർച്ചയുടെ പ്രഥമ ലക്ഷ്യം അതായിരുന്നില്ല, അത് വഴിമാറിപ്പോയതാണ്. അതിന് മറുപടി കൂടി ഒന്ന് ഞാൻ എടുത്തോട്ടെ. കാര്യം നമ്മളിത് അനന്തമായി നീണ്ടുപോകും ഈ ചർച്ച. നമ്മുടെ വിഷയം അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കമായിരുന്നുവെങ്കിൽ പോലും അങ്ങ് ഉന്നയിച്ചത് കൊണ്ട് തീർച്ചയായും മറുപക്ഷത്തിനു കൂടി അഭിപ്രായം പറയാനുണ്ടാവും. നമുക്ക് യാക്കോബായ വിഭാഗത്തിന് കൂടി പ്രതികരണം കേൾക്കണം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അനന്തമായി ഇരുപക്ഷവും
ചേരാത്ത ഒട്ടേറെ വിഷയങ്ങളുണ്ട്. സുപ്രീം കോടതി വിധി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. എങ്കിൽ പോലും യാക്കോബായ സഭാ പ്രതിനിധിയായ മെത്രോപൊലിത്തയ്ക്ക് ഇതിന് മറുപടി പറയാം ചുരുങ്ങിയ സമയം കൊണ്ട്. കാര്യം നമ്മുടെ ചർച്ച അവസാനിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം ഒരു കാര്യം വിസ്മരിച്ചു പോയിട്ടുണ്ട്. ഈ 1995 സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധിയുടെ സമയത്ത് ഈ തിരുമേനി യാക്കോബായ സഭയിലെ മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ കേസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയത്. അന്ന് അദ്ദേഹം ആ കേസിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ മണർകാട് ഉൾപ്പെടെയുള്ളതായ സകല പള്ളികളിലും വിധി യാക്കോബായ സഭയ്ക്ക് 99% അനുകൂലമാണെന്ന് പറയുകയും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരുന്ന അതിന്റെ പേപ്പർ കട്ടിങ്ങൾ ഇപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു ആളാണ് ഒരു സുപ്രഭാതത്തില്, ഞാനിപ്പോ പറയുന്നത് ക്ഷമിക്കണം, ഇപ്പോൾ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന സഭയിലേക്ക് മാറിയത്. അദ്ദേഹത്തിന്റെയും അതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മെത്രാപ്പൊലീത്തയും മാറി. അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 22 പള്ളികള്, ഒരൊറ്റ പള്ളികൾ പോലും ഓർത്തഡോക്സ് സഭയുടെ ഒരു ദേവാലയം പോലും യാക്കോബായ സഭ നാളിതുവരെയും കയ്യേറിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടവക പള്ളി ഉൾപ്പെടുന്നതായ വെട്ടിത്തറ പള്ളി യാക്കോബായ സഭ അവിടെ നിന്നും പുറത്തിറക്കിയിട്ട് ഒരു ഷെഡിന്റെ അകത്ത് വെച്ചിട്ട് ആരാധന നടത്തുന്ന അവസ്ഥയാണ്. കണ്ണിയാട്ട് നിരപ്പ് ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെയുള്ള യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയുടെ ഒരു കല്ല് പോലും കയ്യേറിയിട്ടില്ല. മറിച്ച് യാക്കോബായ സഭയുടെ നൂറ്റാണ്ടുകൾക്ക് വശമുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗം മാത്രമാണ് കയ്യേറിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് അദ്ദേഹം മറക്കരുത്. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് മെത്രാപ്പൊലീത്തയോട് ചോദിക്കാനുള്ളത്, ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടും ഇതൊരു തത്സമയ പരിപാടി ആയതുകൊണ്ടും എനിക്ക് കൗണ്ടർ ടു കൗണ്ടർ മറുപടി പറയാനുള്ള അവസരം സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇതിൽ ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ കേന്ദ്ര സർക്കാരും BJPയും ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് നടത്തിയ സമീപനം, ആ സമീപനത്തെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചർച്ച, അതിലെ നേതൃത്വം മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു സമവായം, അതിലൊക്കെ യാക്കോബായ വിഭാഗത്തിന് എങ്ങനെയാണ് വിശ്വാസമുണ്ടാവുന്നത്? അതാണ് ഇതിന്റെ അകത്ത് നമ്മൾ നാട് ഭരിക്കുന്നതായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു വളരെ സങ്കീർണവും കലുഷിതവുമായ മാത്രമല്ല ഒരു സാമൂഹ്യ വിഷയം, ആ വിഷയം അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമങ്ങൾ എടുക്കുമ്പോൾ അതിനെ മുൻവിധിയോടെയും രാഷ്ട്രീയ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ കാണേണ്ടതില്ല. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ ഒരു കൂറോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ ഉള്ളതല്ല. മറിച്ച് സഭയുടെ എന്നുമുള്ള നിലപാട് ശ്രേഷ്ഠ ബാവ പറഞ്ഞിട്ടുണ്ട്. ഈ സഭയുടെ പ്രതിസന്ധിയിൽ ആരാണോ ഈ സഭയ്ക്ക് നീതി നൽകുന്നത് അവരെ അറിഞ്ഞ് സഹായിക്കാൻ യാക്കോബായ പണ്ടത്തെ രീതിയല്ല, ആളുകൾക്ക് തിരിച്ചറിവുണ്ട്, അവര് തീരുമാനിക്കട്ടെ. അതല്ലാണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം കലർത്തിക്കൊണ്ട് ഇതിനെ രാഷ്ട്രീയവത്കരിക്കുന്നത്, അത് കേരള ഗവൺമെന്റ് കാണിക്കുമ്പോൾ ഗവൺമെന്റ് രാഷ്ട്രീയം കാണിക്കുക എന്ന് പറയും, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുമ്പോൾ മറ്റ് സഭാ മേലധ്യക്ഷന്മാർ ഇതിനകത്ത് ഇടപെടുമ്പോൾ അത് അവരുടെ താല്പര്യമാണെന്ന് പറയും. ഈ ഓർത്തഡോക്സ് വിഭാഗം ഇതിനെ മുൻവിധിയോടെ കാണാതെ നീതിപൂർവ്വം സമാധാനപൂർവ്വമായിട്ട് ഈ വിഷയങ്ങൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരുമോട് സഹകരിക്കുകയാണ് അവർ വേണ്ടത്. അല്ലാണ്ട് ചർച്ചകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിപ്പോയി. മുഖ്യമന്ത്രി അതുകൊണ്ടാണ് പറഞ്ഞത്, അവസാനം അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിടെ കോടതിയിൽ കൊടുത്തത് സത്യമായ ഒരു കാര്യമാണ്. അദ്ദേഹം ആ തീരുമാനമാണ് അറിയിച്ചത്. ചർച്ചകൾ തുടരണം, അതിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങളും പ്രകോപനമോ സംഘർഷമോ ഉണ്ടാക്കില്ല എന്നുള്ളതിൽ നിന്ന് ഇവർ പിന്മാറിയ കാര്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പറഞ്ഞത്. അപ്പോ ആരെയും സംശയത്തിന് നിഴലിൽ കാണുന്ന ഈ പ്രവണത ഓർത്തഡോക്സ് വിഭാഗം അവസാനിപ്പിച്ച് ക്രിസ്തീയമായ രീതിയിൽ, മനുഷ്യത്വപരമായ രീതിയിൽ, നീതിപൂർവമായി, സമാധാനപൂർവമായി ഇത് സുപ്രീം കോടതി വിധി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമത്തിന് യാക്കോബായ സഭ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ യാക്കോബായ സഭ ഒരൊറ്റ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിധിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പോകാൻ ഓർത്തഡോക്സ് സഭയും തയ്യാറല്ല. ഇതിലെവിടെയാണ് സമവായം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രിക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? നിങ്ങൾ എന്താണ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നാട് ഭരിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്, നീതിയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന, അത് കോടതി വിധികളിലൂടെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിരിക്കുന്നതായ നീതിയും ആരാധനാ സ്വാതന്ത്ര്യവും, നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ മാത്രമായിരിക്കും ദേവാലയങ്ങളിൽ ഞങ്ങൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നതായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഞങ്ങളെ അടിച്ചിറക്കുന്ന രീതി അത് മാറ്റി ഇത് 2 സഹോദരി സഭകളായിട്ട് ഇത് സമന്വയത്തിന്റെ പാതയിൽ പരസ്പര സഹകരണത്തോടെ അദ്ദേഹം യോജിപ്പിന്റെ കാര്യം പറഞ്ഞു.
10 വർഷമാണ് ഈ 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത് യോജിച്ച് ഒരുമിച്ച് അല്പസമയം നിന്നത്. അതായിരുന്നു ഏറ്റവും പ്രശ്ന സങ്കീർണമായ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം അത് പിരിഞ്ഞ് ഇപ്പൊ 50 വർഷമായിട്ട് 2 നേതൃത്വങ്ങളും 2 സംവിധാനങ്ങളും ഉള്ള 2 സഭകളായിട്ട് ആയിട്ട് പോകുന്നത്. അത് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് പരസ്പരം സഹോദരി സഭകളായി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ ഇരുപക്ഷവും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ 30 സെക്കൻഡ്സ് മെത്രോപൊലിത്ത യോഹന്നാൻ മാർ മിലിറ്റിയോസ് 30 സെക്കൻഡ്സ് ചുരുങ്ങിയ വാക്കുകൾ. വളരെ വളരെ വ്യക്തമായ കാര്യമാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ വ്യക്തമായി രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. രണ്ടാമത്, ഈ സർക്കാരുകൾ ആര് വിചാരിച്ചാലും സുപ്രീം കോടതി ആവർത്തിച്ച് നൽകിയിട്ടുള്ള വിധിയെ അട്ടിമറിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ നീതി എന്ന് പറയുന്നത്, ന്യായമെന്ന് പറയുന്നത് നിർവചിക്കപ്പെടാൻ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. ആ മാർഗത്തെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതിന് പകരം വിനയത്തോടു കൂടെ അംഗീകരിക്കാൻ ഏവരും, സർക്കാരും 2 കക്ഷിയും തയ്യാറാകുന്നുവെങ്കിൽ ഈ വിഷയം വളരെ സമാധാനപരമായി പരിഹരിക്കാം. നന്ദി. എൻ്റെ അതിഥികൾക്ക്